ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ. കുറച്ച് ടൈം പോയി. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും ടൈം കൂടി. കാരണം വഴിപണിയെല്ലാം നടക്കുമായിരുന്നു, ഇരുട്ടായി. എന്നാലും നിങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഞാൻ വന്നത് കേട്ടോ. വാ, ഇറങ്ങി വാ. വാ. അയ്യോ, ചേട്ടനും മേലെ, കാലും മേലെ. 2 സഹോദരന്മാരാണ്. ഇവർക്ക് സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ചെറുപ്പത്തിൽ, അതായത് ജന്മന ഇവർക്ക് സോറിയാസിസ് എന്ന് പറയുന്ന രോഗം പിടിപെട്ടു. ഇവരെ കാണാൻ വേണ്ടി ഞാൻ ഇവിടം വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഇവർക്ക് പലരും ജോലി കൊടുക്കുന്നില്ല. കാരണം ഇത് പകരുന്ന രോഗമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സഹോദരങ്ങളെ വന്ന് കാണേണ്ടതും രക്ഷിക്കേണ്ടതും നമ്മൾ കേരളത്തിലുള്ളവരുടെ കടമയാണ്. ആ പേര് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ ഇവരെ എനിക്ക് മെസ്സേജുകൾ അയച്ചു, അച്ചായ വരണം, ഞങ്ങൾക്ക് വരുമാന മാർഗം വേണം, ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ മാത്രമായിട്ട് ഒരു സമൂഹത്തിൽ, കേരളത്തിൽ ഈ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഈ സഹോദരന്മാരെ ഒഴിവാക്കാൻ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ ജനങ്ങൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കുകയില്ല. ഈ സഹോദരന്മാർക്ക് ഒരു കട വേണമെന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരാളെ ഏർപ്പെടുത്തി നമ്മൾ കട തന്നെ ഇവർക്ക് പണിത് കൊടുത്തിട്ടുണ്ട്. 3 ആഴ്ചയോളം എടുത്തു ഇത് പണിയാൻ വേണ്ടി. അതാണ് ഇത്രയും ദിവസം ലേറ്റ് ആയത് ഞങ്ങൾ ഇവിടം വരാൻ. പക്ഷേ നമ്മൾ വന്നപ്പോൾ കുറച്ച് ഇരുട്ടുമായി. പക്ഷേ നിങ്ങളെ സഹായിച്ചിട്ട് അച്ചായൻ പോവുള്ളൂ കേട്ടോ. നിങ്ങളെ സമൂഹത്തിൽ ആരും മാറ്റി നിർത്താൻ അച്ചായൻ സമ്മതിക്കില്ല. മാറ്റി നിർത്തേണ്ടവരല്ല നിങ്ങൾ. സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളിത് വിറ്റ് കാണിക്കണം. സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. പിന്നോട്ട് നിൽക്കുമോ? അച്ചായൻ ചങ്കൂറ്റത്തോടെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ മുന്നോട്ട് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, മുന്നോട്ട് തന്നെ നിൽക്കുക. ദൈവത്തെ മാത്രം നമ്മൾ പേടിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിനൊരു തെളിവാണ് ഞാൻ. അപ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം നിൽക്കുമ്പം നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാമല്ലേ? ഓക്കെ, അച്ചാനുണ്ടാവും കേട്ടോ. ഇനി ഇത് വിറ്റ് നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ നോക്കുക. എല്ലാ കാര്യങ്ങളും 3 ആഴ്ച എടുത്തിട്ടായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ഫണ്ടും കൂടെ നിങ്ങൾക്ക് തരുവാണ്. സന്തോഷത്തോടെ മേടിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാം ചേട്ടന് മേലെന്ന് നിൽക്കാൻ പാടാമെന്നും അറിയാം. പക്ഷേ എന്നാലും നിങ്ങളുടെ ഈ സന്തോഷം കാണണം എനിക്ക്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഓക്കെ, ഒരിക്കലും മുന്നോട്ട് പോകാതിരിക്കുക, മുന്നോട്ട് തന്നെ നിൽക്കുക. അച്ചാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഇവരെ സംബന്ധിച്ച് ജീവിക്കാൻ വേറൊരു വഴിയില്ല. ഇവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തരുത്. കാര്യം ഇത് പടരുന്ന രോഗമല്ല, അതാദ്യം ചിന്തിക്കുക. പക്ഷേ പടരുന്ന രോഗമാണെന്ന് വെച്ച് പലരും ഇവർക്ക് ജോലിയും കൊടുക്കുന്നില്ല, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാണ്. പക്ഷേ അതാവരുത്. നമുക്ക് ഇവർക്കൊപ്പം നിൽക്കണം. ഇവരെ അകറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഹാപ്പിയായോ? ഓക്കെ, അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കൊണ്ട് പറ്റാൻ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ദൂരം ഓടി വന്നപ്പോൾ ഇരുട്ടായി. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഓടി എത്താൻ പറ്റുള്ളൂ കേട്ടോ. മാക്സിമം നോക്കി, പക്ഷേ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇവരുടെ സന്തോഷവും ഈ പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക് ഇതൊരു പാഠവുമാണ്. കാരണം ഇങ്ങനെയുള്ള ഇവർ പോലും മാക്സിമം അധ്വാനിക്കാൻ നോക്കുന്ന നമ്മുടെ തലമുറയ്ക്ക്, പുതിയതായിട്ട് വരുന്ന ചെറുപ്പക്കാർക്കും എല്ലാം ഒരു പാഠം തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. അച്ചാനുണ്ടാവും. ഇത്രയും ദൈവം അനുഗ്രഹിച്ച് ഇത്രയൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റി. 3-4 ആഴ്ച കഷ്ടപ്പെട്ടാലും പക്ഷേ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവട്ടെ. ഞാൻ ഇവിടുന്ന് പോകുന്നതും സന്തോഷത്തോടെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ. അച്ചായൻസ് കോളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച.